ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ് ബേസ് ചെയ്ത ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി SCERT ടെക്സ്റ്റ് ബുക്സിലെ നമ്മുടെ ടേബിൾസുകൾ മാത്രമായിട്ട് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 ഭാഗങ്ങളിൽ നമ്മുടെ SCERT ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ ടേബിൾസ് ആൻഡ് കണ്ടന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് പഠിക്കുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരിക്കും. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം മാർക്ക് നേടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ 10ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ് നോക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു ആണ് പറഞ്ഞത്. ഇങ്ങനെ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. PSC എത്ര വട്ടം ചോദിച്ചു എന്നറിയില്ല, ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് നെഹ്റു ആണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. ഗാന്ധിജി മരിക്കുന്നത് എന്താണ്? 1948 ജനുവരി 30-നാണ് മരിക്കുന്നത്. ഡൽഹിയിലെ പ്രാർത്ഥനാ ഹാളിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് മരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡേറ്റ് മറന്നു പോകരുത്, സ്ഥലം മറന്നു പോകരുത്, കോട്ട് പ്രത്യേകിച്ച് മറന്നു പോകരുത്. പലവട്ടം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. അടുത്തത് വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മേഘ് താക്കറെ ആരുടേതാണ്? ഋത്വിക് ഘട്ടക്കിൻ്റെതാണ് മേഘ് താക്കറെ എന്ന് പറയുന്നത്. ഗരം ഹവ MS സത്യുവിന്റെ സിനിമയാണ്. തമസ് ഗോവിന്ദ് നിഹലാനിയുടെ സിനിമയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേലു റുക്സ്. അപ്പൊ 4 സിനിമകളാണ് തന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കുക. മേഘ് താക്കറെ, ഋത്വിക് ഘട്ടക്, ഗരം ഹവ MS സത്യു, തമസ് ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ പമേലു റുക്സ്. ഒരു വട്ടം വായിച്ച് കളയാതെ ഒരു 5-6 വട്ടം അങ്ങ് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആവും, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി VP മേനോനെ കുറിച്ചൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ജനിച്ചത്? 1894 ജനനം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. സ്കൂൾ ജീവിതത്തിനു ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് ജോലി നേടിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. അതേ തുടർന്നാണ് എന്ത് കിട്ടുന്നത്? സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ മുൻകൈ എടുത്ത വ്യക്തി ആര്? മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VP മേനോനാണ് കേട്ടോ. എന്നാണ് ജനനം? 1894 ജനനം, മറന്നു പോകരുത്. ഒറീസയുടെ ഗവർണറായ വർഷം PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1952. അപ്പൊ ചുമതലയേറ്റു. അപ്പം ഗവർണർ ആകുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നതും VP മേനോൻ തന്നെയാണ്. ഒറീസയുടെ ഗവർണറായിട്ടാണ് 1952 നിയമിതനാകുന്നത്. ഓർത്തു വെച്ചിരിക്കുക. 52 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. VP മേനോന്റെ പുസ്തകമാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതും പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 2 പുസ്തകങ്ങളും VP മേനോന്റേതാണ്. ഈ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാം പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് വരാം. അതുകൊണ്ടാണ് ഈ ടേബിളുകൾ നമ്മളിപ്പം ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ്. മാക്സിമം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും. അടുത്ത നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വിദേശ ശക്തികളാണ് ആരൊക്കെ? ഫ്രാൻസും അതുപോലെ തന്നെ പോർച്ചുഗലും എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസ് എന്നാണ് തിരിച്ചു പോയത്? 1954 തിരിച്ചു പോകുന്നത്. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവയായിരുന്നു ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫ്രാൻസ് ഇന്ത്യ വിട്ടു പോയത് അല്ലെങ്കിൽ ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് 1954. പോർച്ചുഗൽ സ്വാതന്ത്ര്യാനന്തര ശേഷവും ഇന്ത്യയിൽ അധിനിവേശം ഉറപ്പിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്നത്. 1961 ഇവ ഇന്ത്യൻ യൂണിയനോട് ചേർക്കുന്നത്. അപ്പോൾ പ്രദേശങ്ങൾ മാറിപ്പോകരുത്. ഫ്രാൻസിന്റെ പ്രദേശമാണ് ഏതൊക്കെ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ. പോർച്ചുഗലിന്റെ പ്രദേശങ്ങളാണ് ഏതൊക്കെ? ഗോവ, ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. 1950 മാർച്ച് 15 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏത്? ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് 1950 മാർച്ച് 15 രൂപീകരിച്ചത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിക്കുന്നത്. ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗുൽസാരിലാൽ നന്ദയായിരുന്നു വൈസ് ചെയർമാൻ. പലവട്ടം ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ ഓർത്തിരിക്കുക, ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. വിക്രം സാരാഭായിയെ പറ്റിയിട്ട് നോക്കാം. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി എന്ന് പറയുന്നത്. കേംബ്രിഡ്ജിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. അപ്പം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം സാരാഭായിയാണ്. ഇദ്ദേഹം എവിടെ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് വിദ്യാഭ്യാസം നേടിയത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം സാരാഭായിയാണ്. ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്തത്? തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് വിളിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പയെ നമ്മൾ പറയപ്പെടുന്നത് എന്ത് പേരിലാണ്? VSSC എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്തത്? അങ്ങനെ നാമകരണം ചെയ്തത്. അപ്പൊ കാര്യമായിട്ട് ഓർത്തിരിക്കുക വിക്രം സാരാഭായ്. ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. ആണവശാസ്ത്രത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബഹിരാകാശത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചാലും വിക്രം സാരാഭായ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എത്രാമത്തെ രാഷ്ട്രപതി എന്നുള്ളത്. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളായിട്ടുള്ള SLV-3 അതുപോലെ PSLV വികസിപ്പിച്ചു. അപ്പൊ SLV-3യും PSLVയും വികസിപ്പിച്ചതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ടേബിളാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓർത്തിരിക്കുക. ഓരോ വർഷങ്ങൾ ആദ്യം പഠിച്ചു വെച്ചിരിക്കുക. ഡോക്ടർ രാധാകൃഷ്ണ വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പല കമ്മീഷനുകളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പലവട്ടം പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ വർഷങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ വന്നത് 1948 വരുന്നത്. ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ വരുന്നത് 1952. അതുപോലെ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ വരുന്നത് 1964. ആദ്യം രാധാകൃഷ്ണ കമ്മീഷൻ 48, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 52, പിന്നെ കോത്താരി കമ്മീഷൻ 64. 3 കമ്മീഷൻസേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് 3ന്റെയും കറക്റ്റ് ആയിട്ട് ഡേറ്റ് പഠിച്ചു വെച്ചിരിക്കുക. രാധാകൃഷ്ണ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ ആ സമയത്ത് നടത്തിയിരുന്നത് എന്താണ്? ടോപ്പ് ടു ബോട്ടം അപ്രോച്ചാണ്. അപ്പൊ ഏറ്റവും മുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുത്ത് പിന്നീടാണ് താഴോട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ആദ്യം രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത് ലക്ഷ്യം വെച്ചത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ള കാര്യമാണ് ആദ്യം നോക്കിയെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം നടത്തിയതാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ശുപാർശകളായിരുന്നു എന്തൊക്കെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ്, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. UGC രൂപീകരിക്കാൻ ശുപാർശ നൽകിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ്. 48 വന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് അവർ പറഞ്ഞു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ്. തൊട്ട് താഴോട്ടുള്ളവർ വന്നു. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയാണ് വന്നത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കി. ഇംഗ്ലീഷ്, മലയാളം, പിന്നെ നമ്മുടെ ഹിന്ദി. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. അതാണ് ഈ ത്രിഭാഷാ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഇനി വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അതുപോലെ അധ്യാപക പരിശീലനം. ഇതെല്ലാം ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളാണ്. ശുപാർശകൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. മൂന്നാമത്തെ കമ്മീഷനാണ് ഇത്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് 64 വന്നത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃക പറ്റിയുള്ള കമ്മീഷനാണ് ഇത് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി അത് കൊണ്ടുവന്നാണ് ഇത് 10+2+3 മാതൃകയുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഈ ഒരു പോയിന്റ് തെറ്റിപ്പോകരുത്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ് കേട്ടോ. അതുപോലെ മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മൂല്യവിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകണം എന്ന് പറഞ്ഞു. ഇപ്പൊ 10+2+3 എന്ന് പറയുന്ന മാതൃക നമ്മളിപ്പം പുതിയ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെയൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. കോത്താരി കമ്മീഷൻ എന്ത് മാതൃകയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ 10+2+3 ആണ്.
അടുത്തതാണ് മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 എന്ത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്, ഓർത്തിരിക്കുക. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ ഗ്രന്ഥമാണേത്? ഇന്ത്യ വിൻസ് ഫ്രീഡം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ബുക്കാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകമാണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഓർക്ക, എന്നാണ് വന്നത്? 1979 വരുന്നത് കേട്ടോ. 1979 രൂപീകരിക്കുന്നത്. ഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിലുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായിട്ട് എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1979 നിലവിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഡൽഹിയാണ് ആസ്ഥാനം. അടുത്തൊരു ടേബിൾ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലളിതകല അക്കാദമി എന്ന് പറയുന്നത് കേട്ടോ. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്ന് മുൻകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? സംഗീത നാടക അക്കാദമിയെയാണ് ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നറിയപ്പെട്ടത്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ഡൽഹിയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലളിതകല അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിന് ലക്ഷ്യം വെക്കുന്ന സ്ഥാപനം ഏത്? പലവട്ടം PSC ചോദിച്ചിട്ടുണ്ട്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ലളിതകല അക്കാദമിയാണ് കേട്ടോ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിന് ലക്ഷ്യം വെക്കുന്നത് ലളിതകല അക്കാദമിയാണ്. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് സാഹിത്യ അക്കാദമിയാണ്. ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെക്കുന്നത് സാഹിത്യ അക്കാദമിയാണ്. ഇനി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് ഇത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. അത് സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേളകൾ നടത്തുന്നുണ്ട്. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നാഷണൽ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാൻ കൊള്ളാവുന്ന പോയിന്റ്സുകളാണ്. ഇതെല്ലാം എന്തിന്റെ പ്രവർത്തനങ്ങളാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും രണ്ടിടത്തും ഉണ്ട്, സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. എല്ലാത്തിന്റെയും ആസ്ഥാനം ന്യൂഡൽഹി ആണെന്നും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ ഇനി നോക്കുന്നത് പോർച്ചുഗീസുകാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എന്നാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നത്? 1498 മെയ് 20 കാപ്പാട് എത്തുന്നത് കേട്ടോ. 1498 മെയ് 20 കാപ്പാട് എത്തിയത്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആര്? അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുഞ്ഞാലി മരക്കാരെ പറ്റിയിട്ടാണ് നോക്കുന്നത്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ അടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ പുതുപ്പണം, വടകര, മരക്കാർ കോട്ട ഇതൊക്കെ ആലോചിച്ച് വെച്ചേക്കാം. ആസ്ഥാനം ചോദിക്കുമ്പോൾ എഴുതുക. വടകരയ്ക്ക് അടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവർ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ എന്ന് പറയുന്ന 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി 3-മനാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാലി 3-മനാണ് ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഇത് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. വ്യക്തമായ വിജയം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വടകരയിലാണ്. അപ്പൊ ആസ്ഥാനവും വടകര തന്നെയാണ്, സ്മാരകവും എവിടെ തന്നെയാണ്? വടകരയിൽ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. കുളച്ചൽ യുദ്ധത്തിനെ പറ്റിയിട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം ഇതാണ്. സർദാർ KM പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? സർദാർ KM പണിക്കരുടേതാണ്. ഏത്?
ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്നത്. നമ്മളിപ്പം 2-3 പുസ്തകങ്ങൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചോളൂ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള എഴുതിയതാരാണ്? സർദാർ KM പണിക്കരാണ് കേട്ടോ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകൾ അറിയപ്പെട്ട മറ്റു പേരുകളാണ് ഏതൊക്കെ? പൈച്ചു രാജ, അതുപോലെ തന്നെ കെട്ടിയൂട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ എഴുതിയ പുസ്തകമാണ് ഇത് കേരള സിംഹം എന്ന് പറയുന്നത്. അപ്പൊ KM പണിക്കരുടെ 2ാമത്തെ പുസ്തകമാണ് ഇത് കേരള സിംഹം എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തു എന്നതാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ കയറ്റുമതിയും അതുപോലെ കേരളത്തിലേക്ക് ഇറക്കുമതിയും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? നാളികേരം, അതുപോലെ ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് എന്നിവയെല്ലാം കയറ്റുമതി ചെയ്തിരുന്നവയാണ്. ഏതൊക്കെയാണ്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് എന്നിവ കയറ്റുമതി ചെയ്യുകയും തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ ഇറക്കുമതിയും ചെയ്തു. അപ്പം മിക്സ് ചെയ്ത് തന്നിട്ട് ഏതൊക്കെയാണ് കയറ്റുമതി ചെയ്ത് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കൊള്ളാം കേട്ടോ. പഞ്ചസാര നമ്മൾ ഇറക്കുമതിയാണ് ചെയ്തത്, അത് ഓർത്തിരിക്കുക. റെയിൽപാതയെ പറ്റി നോക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത്. 1861 എന്ത് ചെയ്തെന്ന് നിർമ്മിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷം നിർമ്മിച്ചു എന്നുള്ളത് 1861 കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് കുടിയാന്മാർ നിയമങ്ങളാണ്. അപ്പൊ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം എന്നായിരുന്നു. 1865 പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൽ വരുന്നത്. കൊച്ചിയിലെ കുടിയായ്മ നിയമം എന്നാണ് വരുന്നത്. 1914 മലബാർ കുടിയായ്മ നിയമം 1929 വർഷങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കനോലി പ്ലാന്റിനെ പറ്റി നോക്കുകയാണ്. എന്താണ്? നിലമ്പൂരിൽ മേഖലയിൽ ഏകദേശം 1500ഓളം ഏക്കറിൽ എന്ത് ചെയ്തു? കനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചതാണ് പിന്നീട് കനോലി പ്ലാന്റ് ആയിട്ട് അറിയപ്പെട്ടത്. അപ്പം നമ്മുടെ കപ്പലുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് ധാരാളം തേക്കുകൾ ആവശ്യമുള്ളതിനെ തുടർന്ന് ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? തേക്ക് പാടങ്ങൾ നിർമ്മിക്കുകയാണ്. അങ്ങനെ ചുമതലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ആര്? കനോലി എന്ന് പറയുന്നത്. അദ്ദേഹം ആ സമയത്ത് മലബാർ കളക്ടർ ആയിരുന്നു. 20ാം നൂറ്റാണ്ടോടെ നമ്മുടെ കേരളത്തിലും എന്താണ് ആധുനിക വ്യവസായങ്ങൾ ഒരുപാടധികം വർദ്ധിച്ചു വന്നിരുന്നു. നമ്മുടെ പള്ളിവാസല പ്രൊജക്ടിന് ശേഷം ഒരുപാട് വ്യവസായങ്ങൾ കേരളത്തിൽ ഉണ്ടായി. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ആസ്ഥാനങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പുനലൂർ പേപ്പർ മിൽസ് കൊല്ലത്താണ്. അതുപോലെ കളമശ്ശേരി ഫാക്ട് എറണാകുളത്താണ്. കുണ്ടറ സെറാമിക്സ് കൊല്ലം ജില്ലയിലെ. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, മറന്നു പോകരുത്, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരമാണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയാണ്. അതുപോലെ അളഗപ്പ തുണിമില്ല് കൊച്ചിയാണ്. ഇത് ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. മിഷണറി സംഘവും പ്രവർത്തന മേഖലയുമാണ് നോക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പലവട്ടം ചോദിക്കുന്നുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMSന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂറാണ്. അതുപോലെ തന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMSന്റെ പ്രവർത്തന മേഖല കൊച്ചിയും അതുപോലെ തന്നെ തിരുവിതാംകൂറുമാണ്. 2 ഇടം ഉണ്ടെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക കേട്ടോ. കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ട് ഏത്? ചർച്ച് മിഷൻ സൊസൈറ്റി CMS എന്ന് പറയുന്നത്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM എന്ന് പറയുന്നത് മലബാർ മേഖലയിലാണ്. കൂടുതലായിട്ട് മലബാർ മേഖലയിലാണ് അവരുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പൊ ബേസൽ വെച്ചിട്ട് B ഉണ്ട്. അപ്പൊ ഇവിടെ മലബാറിലും B ഉണ്ട്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. മലബാറിലാണ്. ഇനി ചർച്ച് മിഷൻ CMS എന്നല്ലേ, കൊച്ചി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ലണ്ടൻ LMS കോളേജ് ഒക്കെ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് തിരുവിതാംകൂറാണെന്ന് ആലോചിച്ച് വെക്കുക. തിരിഞ്ഞു പോവാതെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും കാണും. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികളാണ്. ഇനി കൂട്ടുകുടുംബ വ്യവസ്ഥ, അതുപോലെ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികളാണ്. ഓർത്തിരിക്കുക. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചവറ. എന്താണ് ഉദ്ദേശിക്കുന്നത്? പള്ളികളോടൊപ്പം പള്ളിക്കൂടം എന്നൊരു സമ്പ്രദായത്തിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അടുത്തതാണ് ഇത് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം SNDPയുടെ മാതൃകയിൽ സ്ഥാപിച്ചതെന്നാണ് ഇത് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് ഇത് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ വർഷത്തെയും പ്രിലിംസിൽ എന്താണ് പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് തിരുവിതാംകൂർ മഹാജന
സഭ എന്ന് പറയുന്നത് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓർത്തിരിക്കുക. ഇനി ആത്മവിദ്യാ സംഘം ആരതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ അഥവാ കെ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പന്റേതാണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, എത്ര വട്ടം ചോദിച്ചു എന്നറിയില്ല. ഈ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ പോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേബിളിൽ നിന്നും ഇനിയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കാം. ചിലപ്പോൾ ഈ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയും PRDS തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാം. നമ്മൾ നന്നായിട്ട് തന്നെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 2 കവിതകളാണ് തന്നിരിക്കുന്നത്. രണ്ടും ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ദൈവദശകവും അതുപോലെ തന്നെ ആത്മോപദേശ ശതകവും. അപ്പൊ അതിലെ വരികളാണ് തന്നിരിക്കുന്നത്. ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണെന്ന് ഓർത്തിരിക്കുക. പൂക്കോട്ടൂർ യുദ്ധം, ഖിലാഫത്ത് പ്രസ്ഥാനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പൂക്കോട്ടൂർ യുദ്ധത്തെ പറ്റി നോക്കാം. നിസ്സഹരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. 21 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏത്? പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ്. പൂക്കോട്ടൂർ യുദ്ധമാണ് കേട്ടോ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതിനാലാണ് കലാപം ആരംഭിച്ചത്. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം ഉണ്ടാകുന്നത്. അപ്പം അത് ആലോചിച്ച് വെച്ചിരിക്കുക. മലബാർ കലാപത്തിന് മുന്നോടി ഏത് എന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ യുദ്ധമാണ് എഴുതേണ്ടത്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ആര്? പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയത്. ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷം? 1897. ഏത് സെക്ഷൻ? അമരാവതി സെക്ഷനിലാണ് പ്രസിഡന്റ് ആകുന്നത്. എവിടത്തുകാരനാണ്? പാലക്കാട്ട് സ്വദേശിയാണ് ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് ആര്? ചോദ്യം വന്നിട്ടുള്ളതാണ്. ഗാന്ധി ആൻഡ് അനാർക്കി, ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പൊ ടേബിൾസ് ചെയ്ത് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ മാക്സിമം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ഏറ്റവും എളുപ്പത്തിൽ റിവിഷൻ നടത്താൻ പറ്റുന്നത് നമുക്ക് ഈ വക കാര്യങ്ങളാണ്. നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കിടക്കുന്ന ഭാഗമാണ്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? മലബാർ കലാപത്തെ അടിച്ചമർത്തിയത് ആരാണ്? ഹിച്ച്കോക്ക് ആണ് മലബാർ കലാപത്തെ അടിച്ചമർത്തിയത്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവിയായ ഹിച്ച്കോക്കിനെ എന്ത് ചെയ്തു? കലാപകാരികൾ കൊലപ്പെടുത്തുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കുകയും ചെയ്തു. പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുത്തതാണ് ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. അപ്പം ഹിച്ച്കോക്കിന്റെ പ്രതിമ പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ കുറച്ച് വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ചിട്ട് സി കേശവൻ പറഞ്ഞ കാര്യം എന്തെന്നാണ് നോക്കുന്നത്. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗര സ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? സി കേശവനാണ്. എന്ത് പറഞ്ഞത്? പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗര സ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ഇതുപോലെ എന്താണ്? 1938 കടയ്ക്കലിലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞതൊക്കെ സി കേശവന്റെ പ്രസംഗത്തിലെ വരികളാണ്. അപ്പം ഇത് മാത്രം ഓർത്തിരിക്കുക. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗര സ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ്. കൗമുദി ടീച്ചറിനെ പറ്റി ഗാന്ധിജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ആഭരണങ്ങൾ, സ്വന്തം ആഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആര് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ കൗമുദി ടീച്ചറാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഇനി ഐക്യ കേരള പ്രതിജ്ഞ. 3 മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാകുമെന്ന പ്രതിജ്ഞ എടുക്കുന്നു നാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണവാര്യർ ആണ് എഴുതി തയ്യാറാക്കിയത്. ഓർത്തിരിക്കുക. ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് NV കൃഷ്ണവാര്യർ.
ഇനി ഇത് നമ്മുടെ പ്രിലിംസിന് ചോദിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? 4 സിദ്ധാന്തങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ദൈവദത്ത സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം എന്ന് പറയുന്നത്. ശക്തി സിദ്ധാന്തം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശക്തരായവർ ദുർബലന്മേൽ ആധിപത്യം സ്ഥാപിച്ചാണ് രാഷ്ട്രം രൂപീകരിച്ചത് എന്നാണ് ശക്തി സിദ്ധാന്തം കൊണ്ട് പറയുന്നത്. ഇനി സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം പറയുന്നത് ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ മേൽ അല്ലെങ്കിൽ ഒരു കരാറിന്റെ മേലാണ് രാഷ്ട്രം നിലവിൽ വന്നത് എന്നതാണ് ഇത് സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പരിണാമ സിദ്ധാന്തം പറയുന്നത് രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണെന്ന് പറഞ്ഞതാണ് ഇത് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? രാഷ്ട്രം രൂപീകരിച്ചതെന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ദൈവദത്ത സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? രാഷ്ട്രം ദൈവം തന്നെ നിർമ്മിച്ചതാണ്, രാജാവ് എന്താണ്? ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്നൊക്കെ പറയുന്നതാണ് ഇത് ദൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മളൊരു സാധാരണ ഒരു 10th ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷെ ഇപ്പൊ പ്രിലിംസിന് അധികം ചോദിക്കാറില്ല ഈ ഒരു മേഖലയിൽ നിന്ന്. എങ്ങാനും ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക. ഈ ഒരു കോട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് എന്ന് പറഞ്ഞത് പ്ലേറ്റോയാണ് കേട്ടോ. അപ്പൊ പ്ലേറ്റോയുടെ വാക്കുകളാണിത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളും നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ഈ 3 കോട്ടുകളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അതിൽ പ്ലേറ്റോയുടെ കോട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ലോറി ബക്കറിനെ കുറിച്ച് പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ ജനിച്ചത് നമുക്ക് ചോദിക്കുമെന്ന് അറിയില്ല. 1917 ജനനം, ബ്രിട്ടനിലാണെന്ന് കൂടെ ഓർത്തിരിക്കുക. 1945 ലെപ്രസി മിഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. ഇന്ത്യയിൽ എന്താണ് അദ്ദേഹത്തിന് ഗാന്ധിജിയുടെ ആശയങ്ങൾ വളരെയധികം സ്വാധീനിക്കുകയും കേരളത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ പാർപ്പിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? ലോറി ബക്കർ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 1989 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് ലോറി ബക്കർ. ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. 1989 ലോറി ബക്കർ പൗരത്വം സ്വീകരിച്ചു. ഇനി എന്താണ് 2007 ഇദ്ദേഹം എന്ത് ചെയ്തു? മരിക്കുകയുണ്ടായി. ആർജിത പൗരത്വത്തിലൂടെയാണ് ബക്കർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പൗരനായി മാറുന്നത്. എന്നാണ് വർഷം ഓർത്തിരിക്കുക? 1989. അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലെപ്രസി മിഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെത്തുന്നത്. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ലോറി ബക്കറാണ്. 1989 ആണ് പൗരത്വം ലഭിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമ്മുടെ വിദേശ നയമായിട്ടുള്ള ചേരിചേരായ്മ, അതിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ ചേരിചേരായ നയം എന്ന് പറയുന്നത് രൂപീകരിച്ചവർ ആരൊക്കെയാണ് പ്രധാനികൾ? നമ്മുടെ ഇന്ത്യയിൽ നിന്നും ജവഹർലാൽ നെഹ്റു, ഈജിപ്തിന്റെ നേതാവായിട്ടുള്ള ഗമാൽ അബ്ദുൽ നാസർ, അതുപോലെ യുഗോസ്ലവാക്യ നേതാവായിട്ടുള്ള മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യൻ നേതാവായ അഹമ്മദ് സുകാർണോ. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഓർത്തു വെച്ചിരിക്കുക. ഇനി നമ്മുടെ വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ടുള്ള ആ ഒരു പോർഷനകത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്താണ് വിവരം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഇതിന്റെയൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വിവരത്തെ പറ്റിയിട്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 2F വിവരത്തെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗവൺമെന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയില്, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞ വിവരങ്ങളെല്ലാം എന്താണ്? നമുക്ക് വിവരാവകാശം വഴി നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇലക്ട്രോണിക് രൂപത്തിലുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാൻ പറ്റും. ഇമെയിലുകളായിക്കോട്ടെ എല്ലാം നമുക്ക് നേടിയെടുക്കാം കേട്ടോ. ഈ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടാവുന്നതുമാണ്. അപ്പൊ സർക്കാരിന്റെ സ്ഥാപനങ്ങളിലും അതുപോലെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പൊ രാജ്യത്തിന് എന്തെങ്കിലും ദോഷമായിട്ട് ബാധിക്കുന്നതായിക്കോട്ടെ, കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
അതുപോലെ വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിവരങ്ങളും കൊടുക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശത്തിൽ എന്താണ് വിവരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. സെഷൻ ഓർത്തിരിക്കുക, 2F വിവരത്തെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഭൂനികുതി വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി സിസ്റ്റം, അതുപോലെ മഹൽവാരി സിസ്റ്റം, 3 ഉണ്ടായിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. സ്ഥലങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് PSCക്ക്, അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ പഠിച്ചിരിക്കാം. അപ്പം ബംഗാളിലും ബീഹാറിലും ഒറീസയിലും ഏത് വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്, പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് വാരി സിസ്റ്റം ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏത്? ചോദ്യം വന്നിട്ടുള്ളതാണ്. റൈറ്റ് വാരി സിസ്റ്റമാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏതാണ്? മഹൽവാരി സിസ്റ്റമാണ് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. ബംഗാൾ, ബീഹാർ, ഒറീസയിൽ നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്, ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഭരണത്തോടനുബന്ധിച്ച് ആ കാലയളവിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന വിളകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വിളകളും അവരുടെ പ്രദേശങ്ങളുമാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നീലം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് ബംഗാൾ, ബീഹാർ തുടങ്ങിയവിടങ്ങളിലാണ് നീലം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത്. പരുത്തി കൃഷിയാണെങ്കിൽ മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ മേഖലകളിലാണ് പരുത്തി കൃഷി ഏറ്റവും കൂടുതലായിട്ട് നടത്തിയത്. കരിമ്പ് നമ്മുടെ ഉത്തർപ്രദേശിലാണ് കരിമ്പ് കൃഷി കൂടുതലായിട്ടുള്ളത്. തേയില എവിടെയൊക്കെയാണ്? ആസാമിലും കേരളത്തിലുമാണ് തേയില കൂടുതലായിട്ട് കൃഷി ചെയ്തത്. ചണം ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ ഗോതമ്പ് ചോദിച്ചാൽ പഞ്ചാബാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. നീലം കൃഷി എവിടെയൊക്കെയാണ്? ബംഗാളിലും ബീഹാറിലുമാണ് നീലം കൃഷി. പരുത്തി കൃഷി എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം, കേരള. ചണം ബംഗാളിൽ, ഗോതമ്പ് പഞ്ചാബിലാണ്, ഓർത്തിരിക്കുക. കനോലിയെ പറ്റിയിട്ട് വീണ്ടും കാര്യം പറഞ്ഞിരിക്കുകയാണ്. മാപ്പിള കലാപത്ത് അന്നത്തെ മലബാർ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. മലബാർ കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കനോലിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ സന്താൾ കലാപത്തെ പറ്റിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ആരൊക്കെ? സിദ്ധുവും കാനുവും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് കൊടുത്തിരിക്കുന്നത്. 2002 ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. സന്താൾ കലാപം എന്നായിരുന്നു? 1855 സന്താൾ കലാപം എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ദുരന്തം കാണില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ മഹാസമതലങ്ങളെ വെളുപ്പിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടെ വാക്കുകളാണിത്? വില്യം ബെന്റിക് പ്രഭുവിന്റെ വാക്കുകളാണ്. ഒരു ഇംഗ്ലീഷ് വ്യക്തി ഇത് പറയുമെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭു ആണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഗ്രാമീണ വ്യവസായങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വളരെയധികം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് തകർച്ചയുടെ കാരണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം. മൺപാത്ര നിർമ്മാണം തകരാനുള്ള കാരണം എന്താണ്? അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ് മൺപാത്ര നിർമ്മാണം തകർന്നത്. തുകൽ പണിയിലുള്ള തകർച്ചയ്ക്ക് കാരണം എന്താണ്? അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ് ഇത് തുകൽ പണി തകരാനുള്ള കാരണം എന്ന് പറയുന്നത്. മരപ്പണിയാണെങ്കിൽ ലോഹ നിർമ്മാണ യന്ത്രങ്ങളുടെ ഉപയോഗമാണ് എന്ത് ചെയ്തത്? മരപ്പണിയെ തകർച്ചയിലേക്ക് എത്തിച്ചത്. അപ്പൊ ഇത് കൊടുത്തിട്ടുള്ളതാണ്, ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. 1857 വിപ്ലവം നടന്ന സ്ഥലങ്ങളും നേതാക്കളും എന്നുള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ കലാപത്തെ നയിച്ചതാരായിരുന്നു? മുഗൾ രാജാവായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അതുപോലെ ഝാൻസിയിൽ നയിച്ചത് ഝാൻസി ലക്ഷ്മിഭായ് ആണ്, റാണി ലക്ഷ്മിഭായ്. ലക്നൌവിൽ നയിച്ചത് ബീഗം ഹസ്രത്ത് മകൾ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും എത്ര വട്ടം ചോദിച്ചു എന്ന് PSCക്ക് തന്നെ അറിഞ്ഞൂടാ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്നത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളിനെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടുതലും ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ ആദ്യകാല നേതാക്കളെല്ലാം ബംഗാൾ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് ബംഗാളിനെ വിശേഷിപ്പിക്കുന്നത്. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനായി 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ആരാണ് വിഭജിച്ചത്? കഴ്സൺ പ്രഭുവാണ്. ഏത് വർഷം? 1905. കപ്പലോട്ടിയ തമിഴകൻ എന്നറിയപ്പെടുന്ന ആരാണ്? VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴകൻ എന്നറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? VO ചിദംബരം പിള്ള എന്ന് പറയുന്നത്. തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തി ആര്? VO ചിദംബരം പിള്ള. എന്നാണ് ആരംഭിച്ചത്? 1906 സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ആരംഭിക്കുന്നത്.
സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി കേട്ടോ. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴകൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് എന്നതും കൂടെ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഭരണം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാനുള്ള കുറച്ചും കൂടി ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചു. നമ്മുടെ ഭാഷയെ പറ്റി പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ചതാണ് ഇതെന്ന് പറയുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൽക്കട്ട മദ്രസ വാരൻ ഹേസ്റ്റിങ്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് ജനാർദ്ദൻ ടണ്ടൻ, റിപ്പീറ്റഡ് ആണ്. 3 ഉള്ളൂ, 3 കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്, കൽക്കട്ട മദ്രസ വാരൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ് ജനാർദ്ദൻ ടണ്ടൻ. വലിയൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ്? മെക്കാളെ പ്രഭുവാണ് പറഞ്ഞത് കേട്ടോ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഒക്കെ ഇംഗ്ലീഷുകാരുമായ ഒരു ജനതയെ വാർത്തെടുക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നതായിരുന്നു മെക്കാളയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സയന്റിഫിക് സൊസൈറ്റികൾ നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുവാനും ചർച്ച ചെയ്യുവാനും നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കി വെച്ചിരിക്കുക. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനായുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്. 1825 സ്ഥാപിക്കുന്നത്. പൊതുവിവരങ്ങൾ നേടുന്നതിനും വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചു 1838. ഇനി മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ്? ബംഗാളിലാണ്. 1876. ഇന്ത്യൻ അസോസിയേഷൻ മഹേന്ദ്രലാൽ സർക്കാർ എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാളിലാണ്. 1876 സ്ഥാപിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കുക. ബനാറസ് സംവാദ് ക്ലബ്ബ് ബനാറസിലാണ്. 1861 സ്ഥാപിക്കുന്നത്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് അലിഗഡിലാണ്. 1864 സ്ഥാപിക്കുന്നത്. വർഷങ്ങൾ തന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ചോദിച്ചിട്ടുണ്ട്. 1864 സ്ഥാപിക്കുന്നത്. ഈ വർഷങ്ങൾ എടുത്ത് പഠിക്കുക, കാരണം ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ PSC ചോദിച്ചു വരുന്നുണ്ട് വീണ്ടും. അപ്പൊ നമ്മൾ മാക്സിമം പഠിക്കുക. നമുക്ക് SCRT തന്നിട്ടുള്ളതെങ്കിലും നമ്മൾ മിനിമം പഠിച്ചിരിക്കുക കേട്ടോ. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി 1868 സ്ഥാപിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 1864. അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത് 1876. അത് മഹേന്ദ്രലാൽ സർക്കാരിൻ്റെത്. അതുപോലെ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനായുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ് സ്ഥാപിതമായത്. 1825 ഓർത്തിരിക്കുക. ഇന്ത്യയിലുണ്ടായിരുന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ ആശയങ്ങളും പരിഷ്കർത്താക്കളും ആരൊക്കെയെന്നാണ് നോക്കുന്നത്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത വ്യക്തിയാണ് ഏത്? സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിലൂടെ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദരാണ്. എന്തൊക്കെയാണ് ആശയങ്ങൾ? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചത് രാമകൃഷ്ണ മിഷനാണ് സ്വാമി വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ. ഇനി അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി ബാധിച്ച പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ സമാജം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച സംഘടനയാണ് ഇത്? പ്രാർത്ഥനാ സമാജം. ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ്? ആനി ബെസന്റിൻ്റെതാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ട പ്രസ്ഥാനമാണ് ഇത് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഹിതകാരണി സമാജം ആരുടേതാണ്? വീരേശലിംഗം പന്തലുവിൻ്റെതാണ്. ഏത്? ഹിതകാരണി സമാജം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പ്രചരണം നടത്തിയ സംഘടനയാണ് ഏത്? ഹിതകാരണി സമാജം എന്ന് പറയുന്നത്. ഇനി സത്യശോധക് സമാജം ജ്യോതിറാവ് പുലെ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു വട്ടം വായിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി അടുത്തതാണ് ഏത്? നമ്മുടെ സത്യശോധക് സമാജമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യശോധക് സമാജ് ജ്യോതിറാവ് പുലെയാണ്.
എന്തൊക്കെയാണ്, ദുരാചാരങ്ങളും പുരോഹിത മേധാവിത്വവും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു എന്നതാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത ഒന്നാണ് ഇത് സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് നിലകൊണ്ടു. അപ്പം ഓർത്തിരിക്കുക, ഈ പറയുന്ന എന്താണ് അതിന്റെ പ്രവർത്തന ഉദ്ദേശം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതുപോലെ സംഘടന തന്നിട്ട് സ്ഥാപിച്ചത് ആരാണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പത്രങ്ങളാണ് ഏതൊക്കെ? ഹിന്ദു, അതുപോലെ തന്നെ സ്വദേശി മിത്രം. ആരുടേതാണ്? G. സുബ്രഹ്മണ്യ അയ്യരുടേതാണ് ഏതൊക്കെ? ഹിന്ദുവും സ്വദേശി മിത്രവും. സ്വദേശി മിത്രം ഇഷ്ടം പോലെ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും കേട്ടോ. ബോംബെ സമാചാർ ഫർദൂർജി മിർസ്ബാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോംബെ സമാചാർ ആരുടേതാണ്? ഫർദൂർജി മിർസ്ബാന്റേതാണ്. കേസരി മറാത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ബാലഗംഗാധർ തിലക. ബംഗാളി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയുടെ പത്രമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. ഇനി വന്ദേ മാതരം ലാലാ ലജ്പത് റായുടേതാണ്. നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. എല്ലാം റിപ്പീറ്റഡ് ആണ്. ഓരോ പ്രാവശ്യവും ഓരോ പത്രങ്ങൾ വെച്ച് ചോദിക്കും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പത്രങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പത്രത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഇസ്ലാം എന്ന് പറയുന്ന പത്രം ആരുടേതാണ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അൽ ഇസ്ലാം എന്ന് പറയുന്ന പത്രം നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അൽ ഹിലാൽ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. തമ്മിൽ തിരിഞ്ഞൊന്നും പോകരുത്. വിദ്യാഭ്യാസത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോട്ടുകളാണ്. ഇത് പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ് കേട്ടോ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. എല്ലാവരും വിദ്യാഭ്യാസം, പാവപ്പെട്ടവനും പണക്കാരും ഒക്കെ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അവർക്ക് അവസരം കിട്ടും എന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര സെൻ ആണ് കേട്ടോ. അപ്പൊ ആശയം മനസ്സിലാക്കി വെക്കുക. കേശവ് ചന്ദ്ര സെന്നിന്റെ വാക്കുകളാണ്. പാവപ്പെട്ടവർക്കും പണക്കാർക്കും എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം നേടിയാൽ അവർക്കെതിരെ വരുന്ന ചൂഷണങ്ങൾക്ക് അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുമെന്നുള്ളത്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. എത്രയോ വട്ടം ചോദിച്ചിരിക്കുന്നു. വീരേശലിംഗത്തിന്റെ വാക്കുകളാണ് എന്ത്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വീരേശലിംഗം. ആ കോട്ടിന്റെ കൂടെ പേരും കൂടെ വെച്ചങ്ങ് പഠിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയാരിറ്റി വരും, തമ്മിൽ തിരിഞ്ഞു പോവില്ല. അപ്പൊ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയ്. അടുത്ത് കൊടുത്തിരിക്കുന്നതാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? ഫർഗൂസൺ കോളേജ് പൂനെയിലാണ് സ്ഥാപിച്ചത് കേട്ടോ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് പൂനെയാണ്. ഫർഗൂസൺ കോളേജിലാണ് സ്ഥാപിക്കുന്നത്. എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്രയാണ് കൊടുത്തിരിക്കുന്നത്. 1884 എസ്റ്റാബ്ലിഷ് ആയത്. അപ്പൊ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നാണ് വന്നത്? 1884. പൂനെയാണ് ആസ്ഥാനം എന്ന് ഓർത്തിരിക്കുക. നൈ താലിം വിദ്യാഭ്യാസ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? ഗാന്ധിജിയുടെ പദ്ധതിയാണ്. ഏത്? നൈ താലിം വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ SRTയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് 8 മുതൽ 14 വരെ എന്നുള്ളത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. നമ്മൾ ബാക്കി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ വെച്ചിട്ട് 6 മുതൽ 14 എന്നുള്ള ഇത് വെച്ചിട്ട് എഴുതരുത്. നൈ താലിം പദ്ധതി 8 മുതൽ 14 വരെയാണ്. നമുക്കിത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. അപ്പം സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതെന്തിലായിരിക്കണം? മാതൃഭാഷയിലായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലിം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1937 വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാൻ ഡോക്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പൊ നൈ താലിം പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് ഇത് സക്കീർ ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത്.
1937 വാർധ സമ്മേളനമാണ് എന്ത് ചെയ്യുന്നത്, സക്കീർ ഹുസൈൻ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ടേബിളാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. അത് പ്രേംചന്ദിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രയോ വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ആരാണ് എഴുതിയതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് ഭാഷയാണ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ഘോര ഗീതാഞ്ജലി രണ്ടും ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ് ഘോരയും ഗീതാഞ്ജലിയും എന്ന് പറയുന്നത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. പ്രേമാശ്രമം ചോദിച്ചിട്ടുണ്ട്, സേവാസദൻ ചോദിച്ചിട്ടുണ്ട്, ഗോദാൻ ചോദിച്ചിട്ടുണ്ട്, രംഗഭൂമി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രേംചന്ദിന്റെ കൃതികളാണ് ഏതൊക്കെ? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്ന് പറയുന്നത്. എല്ലാം ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി പാഞ്ചാലി ശപഥം, കിളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എല്ലാം തമിഴിലെ കൃതികളാണ്. സുബ്രഹ്മണ്യ ഭാരതിയാണ് എഴുതിയത്. പാഞ്ചാലി ശപഥം, കിളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവിദ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവിദ് എഴുതിയതാരാണ്? അൽതാഫ് ഹുസൈൻ ഹാലി. അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഇത് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവിദ് എന്ന് പറയുന്നത്. ഉറുദു കൃതികളാണ് ഏതൊക്കെ? ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജാവിദും. ഇനി നിബന്ധ് മാല ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിബന്ധ് മാല ഏത് ഭാഷയിലാണ്? ആരാണ് എഴുതിയത്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിബന്ധ് മാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിൻ്റെതാണ്. മറാത്തി ഭാഷയിലുള്ളതാണ് നിബന്ധ് മാല എന്ന് പറയുന്നത്. എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റേതാണ്. മലയാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് മൂന്നും തന്നു. അതുപോലെ തന്നെ പ്രേംജിയുടെ സേവാസദനോ പ്രേമാശ്രമോ ഏതോ ഒരെണ്ണം കൂടെ തന്നു. എന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എല്ലാം ആരുടേതാണ്? വള്ളത്തോളിന്റെ കൃതികളാണ്, മലയാളത്തിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇനി വരിക വരിക സഹചരെ ആരാ എഴുതിയതാണ്? അംശി നാരായണ പിള്ളയുടെ വരികളാണ് ഏത്? വരിക വരിക സഹചരെ എന്ന് പറയുന്നത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഒരു ഗാനമാണ് ഇത് വരിക വരിക സഹചരെ എന്ന് പറയുന്നത്. അംശി നാരായണ പിള്ളയാണ് രചിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാജാ രവിവർമ്മയുടെ ചിത്രമാണ് ഏത്? ശാകുന്തളം എന്ന് പറയുന്നത് അറിയാലോ. രാജാ രവിവർമ്മ, ശാകുന്തളം. സതി എന്ന് പറയുന്ന ചിത്രം വരച്ചിരിക്കുന്നത് നന്ദലാൽ ബോസ് ആണ്. അതുപോലെ ഗ്രാമീണ ചെണ്ടക്കാരനും നന്ദലാൽ ബോസിന്റേതാണ്. ഇനി ഗ്രാമീണ ജീവിതം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമൃത ഷേർഗിലിന്റെ ചിത്രമാണ്. നമ്മുടെ ടെക്സ്റ്റില് ഭാരതമാത എന്ന് പറയുന്ന ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് അവനീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രമാണെന്ന് കൂടെ ഓർത്തിരിക്കുക. അപ്പൊ സതി ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ജീവിതമാണ് ഇത് അമൃത ഷേർഗിൽ. മേഡം ഗാമയും ത്രിവർണ്ണ പതാകയുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മേഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മേഡം ഭിക്കാജി കാമയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എത്ര വട്ടം ചോദിച്ചു എന്ന് അറിയത്തില്ല. 1907 ജർമ്മനിയിലെ സ്റ്റെഗർട്ടിലാണ് വെച്ചാണ് രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. എവിടെയാണ് ഉയർത്തിയതെന്നും ഏത് വർഷമാണെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 1907 ജർമ്മനിയിലെ സ്റ്റെഗർട്ടിലാണ് ഉയർത്തിയത്. രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ഉയർത്തിയത് കേട്ടോ. ആലോചിച്ച് വെച്ചിരിക്കുക.